അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയ ട്രിപ്പ് നമുക്ക് മടിക്കേരിയിൽ നിന്ന് തഞ്ചാവൂർ തമിഴ്നാട് 3 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ 3 ദിവസത്തേക്ക് ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ഉണ്ടാവും ഞാൻ റിട്ടേൺ വരുന്നത്. അപ്പോൾ വണ്ടി ഇറ്റിയോസ് വേറെ തന്നെ, ഇത് പുതിയ വണ്ടി എന്നല്ല, ഒരു പുതിയ എൻ്റെ ചങ്ങായിൻ്റെ വണ്ടി, പുതിയ ഓണർ വംശി ട്രാവൽസ് കൂർഗ് എന്ന് പറഞ്ഞിട്ട്, വംശി ട്രാവൽസ് കൂർഗ്. അപ്പോൾ വണ്ടിൻ്റെ പുറമെ ഞാൻ പിന്നെ കാണിച്ചു തരാം, ഉള്ളിൽ കാണിച്ചു തരാം. ഗസ്റ്റിനെ ഇപ്പോൾ പിക്കപ്പ് 8:30 മണി പറഞ്ഞു, 8:45. ഹലോ, നമസ്കാരം. ഇത് നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസമാണ് നാട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം സീത തമിഴ്നാട് ബന്നിന്. സോറി, ഒരു വീഡിയോ അത് ഇതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഡയറക്റ്റ് വന്നത് തമിഴ്നാട് തഞ്ചാവൂരിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നത്. അപ്പോൾ മടിക്കേരി നിന്ന് വിട്ടിട്ട് സത്യമംഗള മാത്രം ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് സത്യമംഗള ഘാട്ടി കഴിഞ്ഞിട്ട്, സത്യമംഗളം എന്ന് പറയുമ്പോൾ വീറപ്പൻ്റെ ഓർമ്മ ആവും എല്ലാവർക്കും. അപ്പോൾ സത്യമംഗലത്ത് ചോറ് വഹിച്ചിട്ട് ഡയറക്റ്റ് പിന്നെയും വന്നത്. അപ്പോൾ 560 കിലോമീറ്റർ, 560 കിലോമീറ്റർ ഡ്രൈവ് ഇന്നലെ. ഒരേ സ്റ്റോപ്പ് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ സത്യമംഗലത്ത് നിർത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സീത തമിഴ്നാട് തഞ്ചാവൂരും കഴിഞ്ഞിട്ട് സേലം, പിന്നെ ഈറോഡ്, ഫസ്റ്റ് ഈറോഡാണ് കിട്ടിയത്. ഈറോഡ്, സേലം, പിന്നെ കുംഭകോണം, അങ്ങനെ വന്നത്. 560 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇവിടുന്ന് ചെന്നൈയിലേക്ക് വെറും 200 കിലോമീറ്റർ, 206 അങ്ങനെ എന്തോ സംതിങ് ചെന്നൈയിലേക്ക് വരുന്നില്ല. അത്ര ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ തമിഴ്നാട് വരുമ്പോൾ കുറേ രാത്രിയായി. ഒരു വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റില്ല, നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ആയതുകൊണ്ട്. ഇപ്പോൾ വന്നത് ഞാൻ കുംഭകോണം. അപ്പോൾ ഞാൻ ഇവിടെ നമസ്കാരം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഗസ്റ്റിനെ വിട്ട് എനിക്കവിടെ സെപ്പറേറ്റ് താഴെ റൂമുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ രാവിലെ 6 മണിക്ക് വേറെ പോകാണ്ട്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ വേറെ സറൗണ്ടിങ് ഉണ്ട്. ഇന്നും ഇവിടെ വാൾട്ട്, ഇന്നലെയും വാൾട്ടാണ് തമിഴ്നാട്. അപ്പോൾ ഞാൻ ഇവിടെ വാഷ്റൂമിന് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ മുകളിൽ വന്നത്. നമസ്കാരം എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസം. ഹോട്ടലെല്ലാം ഫുള്ള് റഷാണ്. ഇവിടെ എന്തെന്നറിയില്ല, എന്ത് സംഭവം എന്ന് എനിക്ക് ഇന്നറിയാൻ പറ്റും അത്ര. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലമെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു കുംഭകോണം ഒരു ദേവസ്ഥാനം ഇത് കാണുന്നുണ്ടല്ലേ. ഇങ്ങനെ 2-3 ദേവസ്ഥാനം കഴിഞ്ഞിട്ട് നാഷ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് നിന്നിട്ടുണ്ട്. തമിഴ്നാട് പ്രൈവറ്റ് ബസ്, അധികം പ്രൈവറ്റ് ബസ്സാണ് ഇവിടെ ഓടുന്നുള്ളത്. കിലോമീറ്റർ ഇടക്ക് എതിനെന്നറിയാല. ഉച്ചയായി. വീഡിയോ ഫുള്ള് എടുക്കാൻ ഈ ചെന്നൈയിലേക്ക് അടിക്കുകയില്ലായിരുന്നു. ഇനിയുള്ള 120 കിലോമീറ്റർ. ചെന്നൈ പോകുന്നില്ല. ഇവിടുന്ന് തിരിച്ച് പോയിട്ട് പിന്നെ ഹോൾട്ട്, രണ്ടാമത് കുംഭകോണം. ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് വന്നിന്. ഇപ്പോൾ ഉള്ളത് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലുള്ള ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ആനന്ദ് ഭവൻ ഹോട്ടൽ തേടിയുണ്ട്. നോൺ വെജ്, പ്യൂർ വെജ് വേണമെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ തേടിയോണ്ട് വന്നിട്ട് ഇപ്പോൾ ഇനി റിട്ടേൺ തിരിച്ച് അങ്ങോട്ട് കുംഭകോണം എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. എക്സ്പ്രസ് ഹൈവേക്ക് കയറിയിട്ടായി. ഇനി ടോൾ കട്ടാവോ എന്തെന്നറിയില്ല. ഞാൻ കാണിച്ചു തരാം. വെച്ചിന് നിങ്ങൾക്ക് ഈ വണ്ടി കാണിച്ചിന്. ഞാൻ വണ്ടി ഇതാണ്, വൈറ്റ് ഇറ്റിയോസ്. ഇപ്പോൾ ആനന്ദ് ഭവൻ ഹോട്ടലിലുള്ള ഈ ഹോട്ടലിലൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഹോട്ടൽ ശ്രീ ആനന്ദ് ഭവൻ വെജ്. അപ്പോൾ ഉള്ളത് എക്സ്പ്രസ് ഹൈവേയിൽ, ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ഈ ഹൈവേൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വീഡിയോ ടൗണിൻ്റെ ആടെ എല്ലാ ടെമ്പിളിലേക്ക് തന്നെ പോന്നേ. ടെമ്പിളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് അള്ളിലുള്ളത്, അതൊന്നും എനിക്ക് കാണിക്കാനാ. മൊബൈൽ ചാർജ് വെച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന കുറേ ഓടണം അല്ലേ. ഇതാണ് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ.
ഇവിടുന്ന് ചെന്നൈയിലേക്ക് 140 കിലോമീറ്ററും ബാംഗ്ലൂരിലേക്ക് എത്രയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നല്ല മജമുണ്ട് ഈ റോഡ്. ഒരു 6 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേയിൽ വന്ന് ഇങ്ങോട്ടേക്ക്. ഇനി ടോൾ അപ്പുറം ടോൾ ഉണ്ടോ എന്തെന്നറിയില്ല. അവിടെ ബോർഡ് കാണുന്നുണ്ട്. ടോൾ എന്തെന്നറിയില്ല. റോഡ് അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി ഓട്ടിയ ഫസ്റ്റ്. അപ്പോൾ ആനന്ദ് ഭവൻ ഹോട്ടൽ ഇവിടെ ബസ് അത് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ARM മഹൽ. അപ്പോൾ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ. അപ്പുറത്തെ സൈഡ് ഒരു പെട്രോൾ പമ്പുണ്ട്. എനിക്ക് ഡീസൽ ഇടാനുണ്ട്. നോക്കട്ടെ എന്താണ്. അവിടുന്ന് വേറൊരു ടെമ്പിളിലൊക്കെ വന്ന് ഇവിടെ കാര്യം വണ്ടിയൊന്നുമില്ല. ഒരു ബസ് അവിടെ വന്നിട്ടുണ്ട്. എല്ലാം തമിഴ്നാടിൻ്റെ തന്നെ. വേറെ കർണാടക കേരള വണ്ടിയൊന്നുമില്ല. ഞാൻ വണ്ടി ഇവിടെ വെച്ച് കുറച്ച് തന്നാലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ട്. കാണാൻ നല്ല മജമുണ്ടല്ലേ. ഈ ടെമ്പിളിലൊക്കെ പോയി. അപ്പോൾ ഇനി പോണ്ടച്ചേരി, നെക്സ്റ്റ് പോണ്ടച്ചേരി പോകുന്നതെന്ന് അറിഞ്ഞ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, നോക്കണം അത്ര. അപ്പോൾ നെക്സ്റ്റ് പോകുന്ന പോണ്ടച്ചേരി. ഇത് തമിഴ് വായിക്കാൻ ഓതാൻ അറിയുന്നവർ ഓതി. തമിഴിലുള്ള ഇവിടെ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. എന്ത് ബസ്സിൻ്റെ പേരായിട്ട് എന്തുമായിട്ട് എല്ലാം തമിഴിൽ തന്നെ എഴുതിയിട്ടുള്ളൂ. ഇവിടെ നല്ല പാർക്കിങ്. അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ പാർക്കിംഗ് അല്ല, ടെമ്പിളിൻ്റെ പാർക്കിംഗ് അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ഒരു വാലിബോൾ കളിക്കുന്നൊരു ഗ്രൗണ്ട് ഉണ്ട്, നെറ്റെല്ലാം ഇട്ടിട്ട്. അപ്പോൾ പിന്നെ കാണാം. നെക്സ്റ്റ് പോണ്ടച്ചേരിയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുംഭകോണ ടൗണിലുണ്ട്. കുംഭകോണ ടൗണ് തമിഴ്നാട്. ഇത് ടെമ്പിളിലൊക്കെ പോകുന്ന ടെമ്പിള്. ഞാൻ അപ്പുറമുള്ള പോയിട്ട് വന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്ക് പൂവും ഫ്രൂട്ടും അതും ഇതെല്ലാം വിൽക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കുവാനും മറന്നുപോയി. കോപ്പിറൈറ്റ് വരുമോ പാട്ട് കേൾക്കുന്നത്? ഇവിടുത്തെ മൈന് പേരോള്, നെല്ലിക്കായി കുറേ അനക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം. എല്ലാ കല്ലിലും ഇതേ വിറ്റുള്ളതാ. ഈ കല്ല് ഇത് ദേവസ്ഥാനം. ഞാൻ കാറ് അവിടെ പാർക്കിംഗ് ആക്കിയിട്ട് വന്നില്ല. ഇപ്പോൾ ഉറപ്പ പോകണം എനിക്ക്. ഞാൻ ഇവിടുന്ന് തിരിയുന്നു. ഇപ്പോൾ കഴിച്ച് ഞാൻ എനിക്ക് ഓർമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേക്ക് കാറ് പാർക്കിങ് പോലീസ് ലോക്കാക്കിയെങ്കിൽ ആകെ പ്രോബ്ലം ആകും. ഓ ടെമ്പിൾ അവിടെ ഉണ്ട്. 2-3 കുംഭകോണയിൽ 3 ടെമ്പിള്. ഇതെന്ത് ദസറായ ഇവിടുത്തെ ബസ്, പ്രൈവറ്റ് ബസ് തമിഴ്നാട്ടത് അടിപൊളി. ലൈറ്റിംഗ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഏടുന്ന് വന്നേന്ന് എനിക്ക് മറന്നുപോയി. ഞാൻ കാറ് കുറേ ദൂരം വെച്ചിട്ടുള്ള ഗൈസ്. ഇതാണ് കുംഭകോണ ടൗൺ. തമിഴ്നാട്ടിലെ കുംഭകോണ ടൗൺ. ഇതെല്ലാം തമിഴിൽ തന്നെ എത്തിയിട്ടുള്ള കാറുണ്ട്. ഞാൻ വരുമ്പോൾ ലോക്കാക്കിയിട്ടുണ്ടാവും എന്ന് വെച്ചിനെ. വണ്ടിയുടെ സൈഡിൽ റോഡിൻ്റെ തന്നെ സൈഡിൽ. ഇത് കല്യാൺ ജ്വല്ലറിൻ്റെ കുറച്ച് ഇപ്പുറം കുംഭകോണ. ഭയങ്കര ആളാ കുംഭകോണ. അനക്ക് റൂം പോലും കിട്ടിയിട്ടില്ല. ഇന്നലെയും റൂം കിട്ടിയിട്ടില്ല, ഇന്നും റൂമും ഇല്ല. പിന്നെ എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ട് കാണിച്ചിട്ടേ എന്നല്ലേ ഞാൻ. ഈ വണ്ടീൻ്റേത്, ഈ വണ്ടിയിലാണ് ഞാൻ വന്നത്. ഏതാ A12 മടിക്കേരി വണ്ടി തന്നെ. ഇപ്പോൾ വണ്ടിയെല്ലാം ഓതാടെ K03 കർണാടക വണ്ടി ഒന്നുണ്ട്. പിന്നെ എല്ലാം തമിഴ്. പിന്നെ പോണ്ടച്ചേരി പോയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പോണ്ടച്ചേരി പോയത് ഇല്ല, വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് പോയിട്ട് വന്നത്. ഡീസൽ അടിച്ച് ഞാൻ പോണ്ടച്ചേരിയിൽ നിന്ന് 83 റുപ്യ ഡീസലിന്.
₹4 കുറവുണ്ടായി. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറം പോയിട്ടാകുമ്പോൾ. ഓക്കെ ഗൈസ്, പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞിട്ട് 2 ദിവസമായി ഞാനിവിടെ ഉള്ളത് തമിഴ്നാട്ടിൽ. തഞ്ചാവൂർ കുംഭകോണം ദേവസ്ഥാനം. എൻ്റെ ബാക്കിൽ കാണുന്ന ടെമ്പിൾ വണ്ടിയുടെ വെച്ചിന് ഞാൻ റെഡി ആയിട്ട് ഗസ്റ്റിനെ കാക്കുന്നുണ്ട്. ഗസ്റ്റ് ഈ നക്ഷത്ര ഈ ഹോട്ടലിലുള്ള നക്ഷത്രമല്ല, നമസ്കാരം. അപ്പോൾ കാണാം. ഈ ഹോട്ടൽ നമസ്കാര, ഇതാണ് ഇവിടുത്തെ കുംഭകോണ ദേവസ്ഥാനം. എല്ലാം അല്ല, അപ്പുറത്തെല്ലാം കുറേ ഉണ്ട്. അപ്പോൾ തമിഴ്നാട് ട്രിപ്പും മതിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഈറോഡ്, സേലം, സത്യമംഗലം. അപ്പോൾ പോലിന്നെ സത്യമംഗലം കാട്ടി പാസ്സാണ്. ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ 3-ാം ദിവസം തമിഴ്നാട്ടിൻ്റെ നാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി, ടിഫിൻ സെൻറ്ററിലേക്ക്. അടിപൊളി ഇഡ്ഡലി ചട്നി. തമിഴ്നാട്ടിൻ്റെ പറയാൻ പറ്റില്ല. ആ ഇഡ്ഡലി, ആ ചട്നി, ഒരു 3 ചട്നി ഉണ്ടാവും. അടിപൊളി. അപ്പോൾ ഇത് സ്വീറ്റ്, ബേക്കറി, എല്ലാ ഐറ്റമും ഈ ഹോട്ടലിലേക്ക്. ഇത് തിരുച്ചി എയർപോർട്ടിലൊക്കെ പോകുന്ന റോഡ്, തിരുച്ചി എയർപോർട്ടിലേക്ക്. ഇത് തിരുച്ചിപ്പള്ളി എന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക്, ചെന്നൈ അങ്ങോട്ടേക്ക് ആ റോട്ടിൽ പോകും, സേലം. ഇതാണ് ശ്രീ നാഗനാഥ് ഹോട്ടൽ. ഇതിൽ എല്ലാ ഇതും കിട്ടും. ബിസ്ക്കറ്റും ടോയ്സ് ഐറ്റം, പെർഫ്യൂം ഐറ്റം, ബേക്കറി ഐറ്റം, ടിഫിൻ സെൻറ്റർ. തിരുച്ചിപ്പള്ളി ഹോണ്ടായി ഷോറൂമിൻ്റെ എതിറിൽ, മെയിൻ ഹൈവേ, ചെന്നൈ ഹൈവേയിൽ, ചെന്നൈ സേലം ഹൈവേ. സാധനം കിട്ടി, ചക്കുളി ആക്കുന്നത്. അയാൾ നുറക്കുന്നേ ഉണ്ട്, നുറച്ചിട്ട് അതിനെ തിരിക്കും. എന്നെ കിട്ടും. ഇപ്പം അവിടെ ഉണ്ടാക്കിയ സാധനം. यूट्यूब मैं கேட்டேன். கேட்டு பர்மிஷன் கேட்டேன். അടിപൊളി ഹോട്ടൽ.